എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഡാം തകരുന്നതിൻ്റെ, കനത്ത മഴയിൽ ഡാം തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരികയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭീകര അവസ്ഥ എന്തുമാത്രം കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത്. പലതരത്തിലുള്ള ഡാമുകൾ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞിടയ്ക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഡാം തകരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം മിനിസോട്ടയിലെ ഈ ഒരു ബ്ലൂബർത്ത് കൗണ്ടിയിൽ ഡാം തകർന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. റാപ്പിഡാൻ ഡാമാണ് തകർന്നത് എന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡാമിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഡാമിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകരുകയും മാത്രമല്ല ആ ഒരു പ്രദേശത്തുള്ള മേഖല മുഴുവൻ വെള്ളത്തിലാകുന്ന സാഹചര്യമാണ്. മാത്രമല്ല ഈ ഒരു ദൃശ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഡാമിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ എന്തുമാത്രം ഭീകര അവസ്ഥയാണ് ഉള്ളത് എന്ന്. ആ പ്രദേശത്തുള്ള വീടുകൾ വെള്ളത്തിലേക്ക് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല ആ ഒരു കൗണ്ടിയിലുള്ള ജനങ്ങളോട് ഇപ്പോൾ വളരെ ജാഗ്രത പാലിക്കണമെന്നും ഡാം ഒരു പക്ഷേ പൂർണ്ണമായും തകർന്നേക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും അധികൃതർ തന്നെ പറയുന്ന ഒരവസ്ഥയാണ്. വലിയ രീതിയിലുള്ള മഴ ഉണ്ടായതിനെ തുടർന്നാണ് ഡാം തകരുകയും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. നിലവിലത്തെ സാഹചര്യത്തിൽ അപകട കാരണങ്ങളൊന്നും തന്നെ കൂടുതലായിട്ട് വിശദമായിട്ട് പുറത്തുവിട്ടില്ല. കനത്ത മഴയിൽ ഡാം തകർന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു അവസ്ഥ. ഇതുപോലൊരു ഡാം തകർന്നാൽ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ടായിരിക്കും കേരളത്തിലെ 35 ലക്ഷത്തോളം ജനങ്ങളെ ഇത് ബാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഡാം തകർന്നു എന്നാൽ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാവുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇടുക്കി ജില്ല ഉൾപ്പെടെ എറണാകുളം ജില്ല, ആലപ്പുഴ എന്നുള്ള ജില്ലകളൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ, കേരളത്തിൻ്റെ പകുതി ഭാഗം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതിനായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക.